ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പോയത്. കുറച്ച് നാളായിക്കാണ് ഞാൻ എന്നെ കണ്ടിട്ട്. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതെന്തോ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഇത് കാളയാണ്. അപ്പോൾ ഈ കാള എങ്ങനെ എടുക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് പിന്നെ നമ്മുടെ ഡിഫൻഡറാണ്. സോ ഇന്ന് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആകാംക്ഷ കാണുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം എനിക്ക്. നമ്മൾ ഇന്ന് കുറേ കാർ സ്പോൺ ചെയ്യും. ലൈക്ക് നമ്മുടെ ഡിഫൻഡർ ലെജൻഡർ ഇല്ലേ, ഡിഫൻഡർ ആ വണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഫോർച്യൂണർ, അതിൽ ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ സ്പോൺ ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലാഗ് ഉണ്ടാക്കും. ഇന്ത്യയുടെ ഫ്ലാഗ് മീൻസ് അയ്യോ കാളയ്ക്ക് തോറ്റി. കാളയ്ക്കൊന്നും പറ്റില്ല. അത് ഡോള് പോലത്തെ കാളയെ, അത് ഡെഡ് ആവത്തൊന്നുമില്ല. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അതിന് മുമ്പ് നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാം നമ്മുടെ കാർ സ്പോൺ ചെയ്യാൻ. ഇവിടെ ചെയ്യണോ നമുക്ക് എയർപോർട്ടിൻ്റെ അകത്ത് ചെയ്യാം. കാരണം എയർപോർട്ടിൻ്റെ അകത്ത് കുറേ സ്പേസും കാണും. പിന്നെ ഗൈസ്, ഈ വീഡിയോ ഇപ്പം തന്നെ ഞാൻ പറയുകയാണ്, ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഇൻഡിപെൻഡൻസ് പ്രമാണിച്ചുള്ള സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് അടിച്ചേക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കാർ ഇവിടെ പാർക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സ്ഥലത്തായിട്ട് പണിയാം. നമ്മുടെ സംഭവങ്ങളൊക്കെ പണിഞ്ഞു തുടങ്ങാം. ഓക്കെ, നമുക്ക് ഇറങ്ങാം. ഓക്കെ, ബേസിക്കലി ആദ്യം തന്നെ ഞാൻ ബുള്ള് എന്തിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ബുള്ള് എടുക്കണമെങ്കിൽ ആദ്യം സ്റ്റൂഡിൽ പോയി BULL എന്ന് ടൈപ്പ് ചെയ്തേ, ബുള്ളെന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ ഇത് കാള സ്പോൺ ആയിക്കോളും. ഇതാ കണ്ട. സോ ഇതിനെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ. സോ ആദ്യത്തെ തന്നെ നമ്മുടെ ചീറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഫോർച്യൂണറാണ് നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് ഒരു റോ പണിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. സോ ഗൈസ്, ഇതാണ് ഞാനിപ്പോൾ ഒരു റോ പണിഞ്ഞ് രണ്ടാമത്തെ റോയുടെ പകുതി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളിനി 3 റോ പണിയും. നമ്മുടെ 3 കളേഴ്സുള്ള ഫ്ലാഗ് ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇത്തിരി ചരിഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. നമുക്കിപ്പോൾ ബിൽഡ് ചെയ്യാം. ലെജൻഡറിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ അയ്യോ ഇതല്ല, നമുക്ക് ഇത് എടുക്കണ്ട. അയ്യോ ഇതെന്താണ്, ഇത് വേണ്ട. നമുക്ക് ഇതാണ് എടുക്കേണ്ടത്. 1001 ആണ്. സോ നമുക്ക് ഇവിടെ ആയിട്ട് സ്പോൺ ചെയ്യാം. ഇച്ചിരി പാടാണ് ഗൈസ് ഇത് സ്പോൺ ആവാൻ. സോ നമുക്ക് തൽക്കാലം കുറച്ച് സ്പോൺ ചെയ്യാം ഗൈസ്. ഇനി ഗൈസ് ഞാനിപ്പോൾ രണ്ടാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഒന്ന് പറഞ്ഞു തരാം ഗൈസ്. ഇനി നമ്മൾ മൂന്നാമത്തെ റോ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഡിഫൻഡർ വെച്ചിട്ടാണ്. നോക്കി നോക്കട്ടെ വരുമെന്ന്. ഓക്കെ, സോറി ഗൈസ്, തെറ്റിപ്പോയി. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ വിളിക്കുകയാണ് ഗൈസ്. ഇതെന്താണ് പറ്റിയ ഗൈസ്? എനിക്ക് തോന്നുന്നു ചീറ്റ് കോഡ് വർക്ക് ആവുന്നില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ചീറ്റ് കോഡൊക്കെ ഈസി ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ IBD3D പ്ലഗിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. സോ IBD3D പ്ലഗിൻ ആപ്പ് ഇപ്പോഴും ഡൗൺലോഡ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും പോയി ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കാം. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാം ചീറ്റ് കോഡ്സ് ഈസി ആയിട്ട് കിട്ടും. സോ ഞാൻ IBD3D പ്ലഗിൻ ആപ്പിൽ ഒന്ന് പോയി നോക്കിയിട്ട് വരാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഡിഫൻഡറിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ 0002 ആണ്. ഇപ്പം നിങ്ങൾക്ക് മറന്നു പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ചീറ്റ് കോഡ്സ് മറന്നു പോകണമെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ പ്ലഗിൻ ആപ്പ് നോക്കി നിങ്ങൾക്ക് സ്പോൺ ചെയ്യാൻ പറ്റും. കണ്ടതാ, ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്പോൺ ചെയ്യാൻ പറ്റും നമ്മുടെ ഡിഫൻഡർ. പിന്നെ ഗൈസ്, ഞാൻ ഈ ഡിഫൻഡറും കൂടി സ്പോൺ ചെയ്തിട്ട് നമ്മുടെ കളർ ചേഞ്ച് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ ഫൈനലി നമ്മൾ എങ്ങനെയൊക്കെ ഇത്രയും കാശ് ഇവിടെ നേരെ സ്പോൺ ചെയ്തിട്ടാണ്. നടുക്ക് ഞാൻ കുറച്ച് സ്പേസ് വിട്ടേക്കുന്നത്. അത് ഞാൻ എനിക്ക് ലാസ്റ്റ് കാണിച്ചത്. ഇവിടെ ഇത്രയും കാശ് നമുക്ക് പണി തന്നെയാണ്. ഞാൻ ഡിഫൻഡർ മാറ്റി വെച്ച്, ഡിഫൻഡർ ഇവിടെ ഇങ്ങനെ വെച്ചാൽ കൊള്ളൂല. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. അതിന് മുമ്പേ കേസ് നമുക്ക് നമ്മുടെ വെതർ മാറ്റണം. വെതർ മാറ്റണമെങ്കിൽ 99 അടിച്ചാൽ മതി. ഓക്കെ, മഴ വേണ്ട കേസ്. മഴ പെയ്താൽ ഇതില്ല, നമുക്ക് രാത്രി മതി. നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് കളർ മാറ്റുന്ന ചടങ്ങിലോട്ട് നടക്കാം. ഇനി അത് ഇച്ചിരി സമയം പിടിക്കും ഗൈസ്. സോ നമുക്ക് നിങ്ങളെ കാണിക്കാം ഞാൻ എങ്ങനെ കളർ മാറ്റേണ്ടത്. അതെല്ലാവർക്കും അധികമായിരിക്കും. നമുക്ക് ഇപ്പോൾ ഗൈസ് അപ്പം നോക്കുവാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ കിടപ്പുണ്ടെന്തൊക്കെയോ. നമുക്ക് ഈ സ്ഥലത്തു നിന്നാണ് തുടങ്ങേണ്ടത്. ഈ സ്ഥലത്ത് അപ്പോൾ ഓറഞ്ച് വരണം. ഓറഞ്ച് അല്ല, സാഫ്രോൺ എന്ന് പറഞ്ഞ കളറാണ് സത്യത്തിൽ വരേണ്ടത്. പക്ഷേ ഇതിനകത്ത് സാഫ്രോൺ എനിക്ക് കിട്ടത്തില്ല. സ്ഥലമില്ല ഗൈസ്. ഞാൻ ആദ്യത്തെ റോ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് ഇപ്പം എന്തിനുണ്ട്, ഇപ്പം കൊള്ളാമല്ലോ. ഇനി ഗൈസ് ഞാൻ ടയറിൻ്റെയും കൂടി കളർ മാറ്റി. അപ്പോൾ ഇനി ഗൈസ് നമുക്ക് നമ്മുടെ അശോക ചക്രം വെക്കണം. മീൻസ് നമ്മുടെ സെൻറ്ററിലുള്ള സാധനം. അപ്പോൾ സെൻറ്ററിൽ ഏതാണെന്ന് ഞാൻ നോക്കട്ടെ. DON. ഓക്കെ, ഡോൺ മോഡ് ഓണായി. എനിക്ക് തോന്നുന്നു സെൻറ്ററിൽ ഈ ചരിഞ്ഞ് കിടക്കുന്നതാണെന്ന് തോന്നുന്നല്ലേ. അത് ചരിഞ്ഞ് കിടക്കുന്നതാണ്. കുഴപ്പമില്ല, ചരിഞ്ഞ് കിടക്കുന്നതായാലും വലിയ കുഴപ്പമില്ല. കാരണം ചരിഞ്ഞ് കിടക്കുന്നതായാലും നല്ല രസമാണ് കാണാൻ. ഈ കളേഴ്സൊക്കെ അടിച്ചപ്പോഴേക്കും നല്ല രസം. ഇതല്ലേ ചരിഞ്ഞ് കിടക്കുന്നത്.
ഇതിൻ്റെ കളറ് അപ്പോൾ ബ്ലൂ കൊടുത്താൽ മതി അല്ലേ? യെസ് കേസ്, ബ്ലൂ കൊടുത്താൽ മതി. ഇനി ഞാൻ നോക്കട്ടെ. BON, ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ആയില്ലേ? യെസ് ഗോ ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോന്നൊന്ന് പറയണേ. സോ 3, 2, 1, ലെറ്റ്സ് ഗോ. സോ സുഹൃത്തുക്കളെ, ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് കാണാതിരിക്കും നമ്മുടെ ഫ്ലാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് രീതിയിൽ നമ്മുടെ ഫ്ലാഗ്, നമ്മുടെ കാറ് വെച്ചുണ്ടാക്കിയ ഫ്ലാഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഫ്രാങ്ക്ലിനോട് അറ്റൻഷന് നിൽക്കുകയാണ്, ജനഗണമന കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ സ്ഥലം വിട്ടേക്ക് ഈ കാളയെ നിർത്താനാണ്, ഇന്ത്യ ആണെന്ന് അറിയാൻ വേണ്ടി ഒരു കാളയെ വെച്ചതാണ്. സോ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട ഗൈസ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.